രാവിലെ വന്നതാ, വീഡിയോ എടുത്ത് കഴിഞ്ഞു. പക്ഷെ കുപ്പിവള ആയതുകൊണ്ട് ഇവിടെ കറങ്ങി കറങ്ങി നിൽക്കുക, പോവാൻ തോന്നുന്നില്ല. എന്തോരം ഇത് കയ്യിലെടുത്തിട്ടും കളറ് കണ്ടിട്ടും ഒന്നും എനിക്ക് മതിയാവുന്നില്ല. ഒന്നും മേടിക്കാനില്ല, കാരണം എല്ലാ കളറും ഇവിടെ ഇനി എൻ്റെ കയ്യിലില്ലാത്ത കളറുകളില്ല, എല്ലാവരും ഉണ്ട്. പക്ഷെ മേടിക്കാനില്ല. എന്നാലും കാണാലോ, അതിന് പൈസ കൊടുക്കണ്ടല്ലോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയെന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. വേറെ ഒന്നുമല്ല, കുപ്പിവള വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് വലിയൊരു ആഘോഷത്തിന് വേണ്ടി ഇങ്ങനെ നാടും നഗരമൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. മാർച്ച് 3-ാം തീയതി ആറ്റുകാൽ പൊങ്കാല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴേ തുടങ്ങി കേട്ടോ. ഇനി ദിവസങ്ങൾ ഇനിയും എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴേ റോഡിൻ്റെ ഇരുവശവും ഈ മൺകലവും സാധനങ്ങളും ഒക്കെ ആയിട്ട് വിൽക്കാൻ വരുന്ന ആളുകൾ ഇപ്പോഴേ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ അത് ഈ ഒരു എല്ലാ ജില്ലയ്ക്കും ഇല്ലല്ലോ, തിരുവനന്തപുരത്തിന് മാത്രമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കുപ്പിവള വിൽക്കണ അമ്മയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുപ്പിവളകളുടെ കുറേ കളക്ഷൻസ്, അതായത് പൊങ്കാല കളക്ഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുപ്പിവള ഇഷ്ടമുള്ള ആളുകൾക്ക്, എപ്പോഴും നമ്മൾ ഫുഡല്ലേ ചെയ്യും, പക്ഷേ കുപ്പിവള ഇഷ്ടമുള്ള കുറേ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എൻ്റെ ഫാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കണ്ടു കുറേ ആളുകൾ. അപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഈ സാരിയും കുപ്പിവള. ചിലർക്ക് എൻ്റെ പേരറിയില്ല, ചാനലിൻ്റെ പേരറിയില്ല. പക്ഷേ ആദ്യം പറയാം, ഒരു സാരിയൊക്കെ എടുത്ത് കുപ്പിവള കിടന്ന ഒരു ചേച്ചി എന്നാണ് ആദ്യം തന്നെ പറഞ്ഞ് എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നത്. പേര് പോലും അവർക്ക് അറിയില്ല, പക്ഷേ അതെൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ കുറേ കുപ്പിവളകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ അമ്മയുടെ കടയുള്ളത് ഈ നടയിലേക്ക് കയറുന്നതിൻ്റെ മുന്നിൽ തന്നെ ആ സിഗ്നലിൻ്റെ അടുത്താണ്. പലർക്കും അതൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ നല്ല ഇപ്പോൾ എടുക്കുന്നത് അമ്മയുടെ വീടുണ്ട്, അതങ്ങ് ബൈപ്പാസ് റോഡിലാണ്, അവിടേക്ക് പോവുക. കാരണം ഇവിടെ കുറച്ചേ കൊണ്ടുവയ്ക്കുള്ളൂ. ഒരു വീട് മുഴുവൻ കുപ്പിവളകളാണ് അവിടെ. നമുക്കിനി അവിടെ പോയിട്ട് ഒരേ വെറൈറ്റി ആയിട്ടുള്ള കുപ്പിവളകളൊക്കെ കാണാം. അപ്പോൾ അത് ആ കുപ്പിവളകളുടെ നടുക്ക് എന്ന് വെച്ചാൽ ഒരു വീട് മുഴുവൻ കുപ്പിവളകളാണ്. അതിനിടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു ഫാഷൻ. കാരണം അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ. ഇത് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ കുറേ കളറുണ്ട്. കുറേ കളറെന്ന് പറയുമ്പോൾ എല്ലാ കളറും ഉണ്ടെന്ന് വേണം പറയാൻ. നമുക്ക് പണ്ടൊക്കെ കുപ്പിവളകൾക്ക് ഈ ചുവപ്പ്, കറുപ്പ്, പച്ച അതിലൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഈ കുപ്പിവളകൾ എന്തെല്ലാം തുണികൾ ഇറങ്ങണ്ടോ അതിലൊക്കെ കുപ്പിവളയും കിട്ടും. ഇത് കണ്ട, എനിക്ക് റെഡ് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇത് എൻ്റെ കയ്യിൽ കിടക്കണുണ്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റാണ്, എവിടെ നിന്നാണ് ഇങ്ങനെ മാച്ചിങ് കുപ്പിവളകൾ സംഘടിപ്പിക്കണേ. ഞാൻ കുപ്പിവള മേടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ പറഞ്ഞ് അന്ന് കാണിച്ച് തരുകയും ചെയ്ത് കുറേ പേര് വരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ കുറേ പൊങ്കാലയുടെ പ്രത്യേകിച്ച് പൊങ്കാല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇപ്പോൾ ഇന്നത്തെ ഉദ്ദേശം. നല്ല രസമുണ്ട് അല്ലേ, ആ ഒരു ഡിസൈൻ വരുന്നത് ഒരു സിക്സാഗ് പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു 10-12 കളറുണ്ട് കേട്ടോ ആ സെയിമിൽ. ഇനി അതല്ലാതെ ചില കോമ്പിനേഷനുകൾ കാണിച്ചു തരാം. ഇതും ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചത് എൻ്റെ അടുത്ത്. ഇതൊരു ഓറഞ്ചും മഞ്ഞയും കൂടെ വരുന്ന ഒരു മിക്സ് കളറാണ്. കുറേ വർഷമായിട്ട് കുപ്പിവളകൾ ഇങ്ങനെ ഉടുക്കണ അല്ലെങ്കിൽ കൊണ്ട് ഉപയോഗിക്കണ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കുപ്പിവളകളിൽ കിട്ടാൻ വിഷമമുള്ള കളറ് വയലറ്റും പിങ്കിൻ്റെ ഷെയ്ഡുമാണ്. അത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. അടുത്ത കാലം വരെ വെച്ചാൽ ഒരു വർഷം മുന്നേ വരെ പിങ്ക് കുപ്പിവളകൾ കിട്ടാനില്ലായിരുന്നു. വേറെ സൈസിലുള്ളത് കിട്ടും, അതായത് ഈ വർക്കൊക്കെ വരുന്ന പ്ലെയിൻ. ഇപ്പോൾ ഇതേ പിങ്കിലൊരു പ്ലെയിൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതുണ്ട്, ഞാൻ മേടിച്ചിട്ടുമുണ്ട്. പിന്നെ വയലറ്റിലും അതുപോലെ തന്നെ കുപ്പിവളകൾ കിട്ടാനേ ഇല്ലാത്ത 2-3 ഷെയ്ഡാണ് ഇതൊക്കെ. ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇതാ അതിലുമൊക്കെ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വള പോലെ തോന്നും അല്ലേ, പക്ഷേ കുപ്പിവളയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പിന്നെ കുറച്ച് വർക്ക് വരുന്ന ടൈപ്പ് വേണമെങ്കിൽ അതിൽ പ്ലെയിൻ അല്ലാതെ ഇതുപോലെ വർക്കുകളും കൂടെ വരുന്ന ഇതും കുപ്പിവള തന്നെയാണ്. അപ്പോൾ ഇതിൽ പച്ച, പിന്നെ ചുവപ്പ്, ഇതൊരു പച്ചയും നീലയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ്. എന്തൊരു ഭംഗിയാന്നൊക്കെ, മഞ്ഞയും ചുവപ്പും പച്ചയൊക്കെ കൂടി ചേർന്നുള്ളൊരു കോമ്പിനേഷൻ. ഈ മൾട്ടി കളർ സാരികളോ അല്ലെങ്കിൽ ബ്രൊക്കേഡ് വർക്ക് വരുന്ന ബ്ലൗസൊക്കെ വരില്ലേ, റെഡും യെല്ലോയൊക്കെ, അതിൻ്റെ കൂടെ ഭയങ്കര രസമായിരിക്കും ഇത് കുറച്ച് ഇടുകയാണെങ്കിൽ. ഇത് കണ്ട ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ്, അതിൽ ഗോൾഡൻ ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ അധികം ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ വളകളോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ചില കളർ കിട്ടിയില്ലെങ്കിൽ നമ്മളത് മേടിക്കും. കഴിഞ്ഞ തവണ അതിൻ്റെ തന്നെ വേറൊരെണ്ണം കാണിച്ചിട്ട്, പച്ച, നീല, ചുവപ്പ്, അതിനകത്ത് വെള്ള ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഗോൾഡൻ കളറിൽ. അതായത് ഇതിന് വേറെ കളറ് ഒന്നുമില്ല, ഗോൾഡൻ സ്വർണം പോലെ കിടക്കും കേട്ടോ. കുപ്പിവളയിൽ തന്നെയാണെങ്കിലും പക്ഷെ നല്ല രസമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആളുകൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടു. മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയും ഇങ്ങനെ
ആഭരണങ്ങൾ ശോഭന ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സീനുണ്ടല്ലോ, അതുപോലെ എൻ്റെ ഫേസ് ഇങ്ങനെ മാറി വന്നു അത്രേ. ശരിയായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഫുഡ് ബ്ലോഗർ ആണെങ്കിൽ പോലും ഫുഡിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളതാണ് കുപ്പിവളകളൊക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരം കളക്ഷൻസ് കാണുമ്പോൾ അങ്ങനെ വരിക. എൻ്റെ കണ്ണിൽ ഭയങ്കര തിളക്കമൊക്കെ വന്നു എന്നൊക്കെയാണ് ആളുകൾ കമൻറ്റ് ഇട്ടത്. നമ്മൾ ബോധപൂർവ്വം അല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇങ്ങനെ കാണുമ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല, ഓരോന്നും പുതിയ പുതിയ കളക്ഷൻസ്. ഞാൻ എപ്പോൾ ഇവിടെ ഉമ്മയുടെ കടയിൽ വന്നാലും ഒരു സെറ്റ് വളയെങ്കിലും മേടിക്കാതെ ഞാൻ പോകാറില്ല. കാരണം എപ്പോൾ വന്നാലും എന്തെങ്കിലും പുതിയത് അവിടെ കാണാം, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ഇല്ലാത്ത കളറ് ഒക്കെ കാണും. അപ്പോൾ എനിക്കാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്ന ആളാണല്ലോ, ഡെയിലി വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കുപ്പിവള ഇടാത്ത ഒരു ജീവിതം ചിലപ്പോൾ എൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് പുറത്തേക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും വളകളുണ്ട്, അത്രയും വളകളുടെ കളക്ഷൻ ഉണ്ട്. അത് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. അത് അത്ര പ്രായോഗികമല്ല അത് കാണിക്കലൊന്നും, അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകാത്തത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ, ഇത് നമുക്ക് മുന്നേ വരുമ്പോഴും ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നോർമൽ, അതായത് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചു വന്നതൊക്കെ പുതിയ പുതിയ അപ്ഡേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 1.5-2 വർഷം മുന്നേ വരെ കുപ്പിവള അങ്ങനെ ട്രെൻഡിങ് ഒന്നായിരുന്നില്ല. ഞാൻ ഇടുമായിരുന്നു, ഞാൻ ഇടുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ ചോദിക്കും ഇപ്പോഴും കുപ്പിവള ഇടുമോ, കുപ്പിവള ഒരു കളിയാക്കിയിട്ടൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ഒരു വൈറൽ ട്രെൻഡ് എന്നൊക്കെ പറയാം. എല്ലാ പ്രായത്തിലുള്ള ആളുകളും, പ്രായമുള്ളവരും ചെറിയ കുട്ടികളും ഒക്കെ അവരവരുടെ ഡ്രസ്സിന് അനുയോജ്യമായിട്ടുള്ള കുപ്പിവളകൾ ഡെയിലി വെയർ ആയിട്ടാണ്, മറ്റേത് വലിയ ഫംഗ്ഷനൊക്കെ അല്ലേ, ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് അണിയാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരുപാട് കുപ്പിവള കടകളും നിലവിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില കളർ കിട്ടാൻ പാടാണ്, അങ്ങനെ പറഞ്ഞൊരു കളറാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടോ. ഇതും കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ എനിക്ക് തോന്നുന്നു ഇനി ഇല്ലാത്തൊരു കളറില്ല. നിങ്ങൾ ഏത് കളർ ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്നാലും ആ കളറിനൊക്കെ മാച്ച് ആവണ കുപ്പിവളകളുണ്ട്. ഒരു ഭയങ്കര ഒരു റെയർ കളറാണ് ഇത്. ഇതൊക്കെ കുപ്പിവള അങ്ങനെ എൻ്റെ കയ്യിലും ഇല്ല, ഇന്ന് മേടിക്കണം കുറച്ച്. ഇതാ ഇത് കണ്ട, അതൊക്കെ ഭയങ്കര റെയർ കളറാണ്, അങ്ങനെ കിട്ടുന്ന ഒരു കളറേ അല്ല. അപ്പോൾ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇതും ഒരു പുതിയ കളക്ഷനാണേ. ഇതാ മഞ്ഞയും പച്ചയും ചുവപ്പും നീലയും എല്ലാം ഒരു ഭംഗിയുള്ള ഒരു തരം കളറുകളെ. പിന്നെ റെയിൻബോ വള എന്ന് പറഞ്ഞിട്ട് മൾട്ടി കളർ, അതായത് ഒരു വളയിൽ തന്നെ നീലയും മജന്തയും ഒക്കെ ഷെയ്ഡ് മിക്സ് വരും. ഇതിങ്ങനെ 6-12 കൊടുക്കുക. ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടി കളർ സാരികളൊക്കെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മൾക്കോട്ടനിലൊക്കെ ഒരു സാരിയിൽ തന്നെ ഒരു 5-8 കളർ വരുന്ന സാരികൾ, അത് ഞാനും 1-2 ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടി കളർ സാരികൾ, അങ്ങനത്തെ സാരികൾക്കിടെ കൂടെ ഇടാൻ പറ്റിയതാണ് ഇത്. അങ്ങനത്തെ സാരി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്നുണ്ട് മൾക്കോട്ടനിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക്. പിന്നെ കുറേ പേരെ സംശയമാണ്, ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ഇവരുടെ അടുത്ത് വളം മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തവണ ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് വരെ ആളുകൾ കൊറിയർ ചെയ്ത് ഇവരുടെ കയ്യിൽ നിന്ന് വളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ് ഇഷ്യൂ എന്ന് പറയുന്നത് വളയായതുകൊണ്ട് പൊട്ടാം. നമ്മളിവിടെ നിന്ന് എത്ര ഭംഗിയായി പാക്ക് ചെയ്ത് കൊടുത്താലും കൊറിയറുകാർ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതുമായിട്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ പൊട്ടാം, സ്വാഭാവികമാണ്. അപ്പോൾ ചിലപ്പോൾ അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരുപാട് പരാതികളൊക്കെ പിന്നീട് വന്നു. അപ്പോൾ അമ്മ പിന്നെ ലാസ്റ്റ് അയക്കലങ്ങ് കുറച്ചു. കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്, അമ്പലത്തിലൊക്കെ വരുന്നവരെ. അപ്പോൾ ഈ വളം മേടിക്കാൻ ഉള്ള അതൊരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ട. ഇതിനകത്ത് തന്നെ ഇവിടെ വന്നിരിക്കണേൽ തന്നെ എത്രയോ വളകൾ ഇവിടെ പൊട്ടി നിലത്ത് എടുക്കുന്നുണ്ടെന്ന് അറിയാം. കാരണം ഇവർക്ക് കൊറിയർ ഇത് വണ്ടിയിൽ ലോഡ് വരുമ്പോൾ തന്നെ കുറേ എണ്ണം പോകും, അതാണ് നഷ്ടം അവരുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുമ്പോഴും വളയായതുകൊണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വരില്ല. അതുപോലെ അളവിനെ പറ്റിയിട്ട് ഒരുപാട് എങ്ങനെയാണ് നമ്മളിത് അളവ് പറയുക. അപ്പോൾ 2, 4, 26 അങ്ങനെയൊക്കെയാണ് വളയുടെ അളവ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു അളവ് ഏതാണെന്നുള്ളത് ഏതെങ്കിലും കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ വളയുടെ ഒരു സൈസ് കണ്ടിട്ടോ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ അളവ്. ഇതിപ്പോൾ ഒരു 2-4 സൈസാണ്. എനിക്ക് ശരിക്കും 2-2 മതി, പക്ഷേ ഈ അളവിൽ 2-2 കിട്ടാത്തതുകൊണ്ട് ഞാൻ 2-4 മേടിച്ചിട്ടതാണ്. ഇതെനിക്ക് ഇച്ചിരി വലിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയും കൂടി അടുത്ത ചെറിയ സൈസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വളയുടെ അളവ് ഓരോരുത്തരുടെ കൈവണ്ണം അനുസരിച്ചിട്ട്. ആ അളവ് പറഞ്ഞാൽ മതി. വള ഇവിടെ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കണവർക്ക് അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഓൺലൈനിൽ ഇത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാലും നഷ്ടമൊന്നുമില്ല. ഇച്ചിരി പത്മനാഭനെയും കണ്ട് തൊഴുത് വളയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോകാമെന്ന്. ഇത് 2 കണ്ടോ, ബ്ലാക്കിലാണ്, പക്ഷേ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും ഇത് ബ്ലാക്കും റെഡും വൈറ്റും കൂടെ ചേർന്ന്. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് വളയാണ് കേട്ടോ. ഇതിനകത്ത് കുറേ ഞാൻ മേടിച്ചു വെച്ചു, എൻ്റെ ഇടയിൽ പൊട്ടിപ്പോവും ഇടയ്ക്ക് നമ്മൾ അത്ര സൂക്ഷിച്ചാലും. അപ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഇത് അത്യാവശ്യം നമുക്കൊരു കറുപ്പ് ഷെയ്ഡ് വരുന്ന എല്ലാ സാരിയുടെ കൂടെയും പോകുന്നൊരു വളയാണിത്. ഇത് മേടിച്ച് വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ ചുരിദാറോ സാരി എന്തിൻ്റെ കൂടെ ആയാലും പറ്റും. ഇതും അതുപോലെ തന്നെയാണ്, ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ്.
എൻ്റെ ഒരു സ്വപ്നമാണ് വള ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് കാണുക എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. ഞാൻ പോകും എന്തെങ്കിലും. ഇത് ഏതോ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ഇതൊക്കെ ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത്. സ്ഥലം എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലും കുറച്ചുണ്ട് തോന്നുന്നു. പക്ഷെ മെയിൻലി കുപ്പിവളകൾ നിർമ്മിക്കുന്ന സ്ഥലം അത് ഞാൻ അതിൻ്റെ ഒരു റീലൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകണം. അവിടെ പോയിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്ത് നിങ്ങളെയും കാണിച്ചു തരും. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായി വരണേന്ന് നമുക്കറിയണല്ലോ, ഇത്രയും ഭംഗിയിലേക്ക് അതായി വരുന്നത്. അപ്പോൾ അങ്ങനെ പോകണം. ഇതാണ് നമ്മുടെ ശരിക്കും ആദ്യം മുതലുള്ള കുപ്പിവള. കാരണം പ്ലെയിൻ കുപ്പിവള ഈ റെഡ്. പക്ഷേ ഈ കളറൊന്നും അന്ന് കിട്ടൂലായിരുന്നു കേട്ടോ. അത് നോക്ക്, നല്ലൊരു പച്ചയല്ലേ. പിന്നെ ഇപ്പം ഏതെല്ലാം ഫാഷനിലായി അല്ലേ, 2 കളറ് 3 കളറ്, ഒരെണ്ണത്തിൽ തന്നെ പല പല കളറുകൾ. ഞാൻ ആദ്യം കാണിച്ചു തന്ന പിങ്ക് ഇല്ലേ, പിങ്കിൻ്റെ വേറെ ഒരെണ്ണമാണ് ഇച്ചിരി കൂടെ ലൈറ്റ് പിങ്ക്. ഇനി കുറേ മിക്സ് വളകൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതായത് 2 ഷെയ്ഡ് 3 ഷെയ്ഡ് വരണേ. അതിൻ്റെ കുറച്ച് വെറൈറ്റി കാണിച്ചു തരാം. അതാ മഞ്ഞയും ചുവപ്പും കൂടെ ഉള്ളത്. ഇത് ചുവപ്പും വെള്ളയും കൂടെ. ഈ വളയൊക്കെ എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നും ഇതുപോലെ ഞാൻ എപ്പോഴും പുതിയ പുതിയ വളകളുടെ എന്തെങ്കിലും പോസ്റ്റോ അല്ലെങ്കിൽ എന്തിട്ടാലും ചോദ്യം വരും, ഇത് ഇവിടെ നിന്നാ ഈ കളർ എവിടെ കിട്ടും എന്നൊക്കെ. അപ്പോൾ ആ കളറൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇത്, ഈ സ്ഥലം. ഇതാ ഇത് പച്ചയും ചുവപ്പും. പച്ച എന്ന് വെച്ചാൽ നല്ല തത്തമ്മ പച്ചയില്ലേ, ആ പച്ച, അതിൻ്റെ കൂടെ ചുവപ്പാണ് വരുന്നത്. ഇതും ഒരു പുതിയ മോഡൽ വളയാണ്. അത് പക്ഷെ നമ്മൾ അന്ന് എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു. കണ്ടത് ഇങ്ങനെ ഒരു, അതിനകത്തും കുറേ കളറുകളുണ്ട്. സാധാ പ്ലെയിൻ അല്ല, ചെറിയൊരു ഇതുപോലെ എന്താ പറയുക, വെട്ട് പോലെ വരുന്നുണ്ട് ഡിസൈൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തന്നില്ലേ ആ വളയുടെ, കിളിക്കുമ്പോൾ സൗണ്ട് വരും കണ്ട. പച്ച ഒരു പ്രത്യേക ഷേപ്പാണ് കണ്ട, പാമ്പ് പോലെ അല്ലേ. ഇതുപോലത്തെ ഒറ്റ വളകളും ഉണ്ട് കേട്ടോ. ഇതും ഇത് തന്നെയാണ്, ഗ്ലാസ് തന്നെയാണ്. ചിലവർക്ക് ഇങ്ങനെ നിറയെ കുപ്പിവള വേണ്ട, ഒറ്റ വള മതി എന്നൊക്കെ ഉള്ളവരുണ്ടാവില്ലേ. അതിനകത്തും ഞാൻ പണ്ട് ഇതാണ് ഇട്ടുകൊണ്ടിരുന്നത്. കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴേ ആ സമയത്തൊക്കെ കുപ്പിവള അധികം ഇടാറില്ല. ഇങ്ങനെ ഒരു ഒറ്റ വളകൾ കുറേ ഇടും, എല്ലാ സാരിക്കും മാച്ചാക്കി. അതിന്റെ നീല കൊള്ളാല്ലേ, നല്ലൊരു നീല. നമ്മൾ അവിടെ നിന്ന് കാണിച്ചില്ലേ മറ്റേ 6 ആഗ് വളകൾ, അതിൻ്റെ നീല, പീച്ച് കളർ, പച്ച, വേറെ പച്ച കേട്ടോ. ഈ ഇത് അല്ലാത്ത പച്ച, മെറൂൺ, കറുപ്പ്, മഞ്ഞ, എല്ലാ കളറും ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതും എനിക്ക് ഇതിന്ന് വേണം. അന്ന് ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടാത്തതായിരുന്നു ഇത്, ഈ കളർ വയലറ്റ് എനിക്ക് അളവുണ്ടായിരുന്നില്ല. ഇത് കറക്റ്റ്, ഇതാണ് എൻ്റെ അളവ്. ഇത് പക്ഷെ വലിയതായിപ്പോയി. ഇതാ ഇങ്ങനെ ഒരു സെറ്റാ. നമ്മുടെ സാധാരണ കുപ്പിവളയല്ല, ഇത് പ്ലാസ്റ്റിക് ആണോ? ഉമ്മ നോക്ക്, ആണോ? പക്ഷെ ശരി, കാണുന്ന പ്ലാസ്റ്റിക് മാതിരിയാണ് ഇരുന്നത്. ഇതിങ്ങനെ സെറ്റാണേ. കുറച്ച് ആഡംബരമൊക്കെ വേണം എന്നുള്ളവർക്ക്. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ച് ഈ സൈസില്ലേ, നമ്മുടെ സാധാ വളയാണ് ഇഷ്ടം. ഇത് പക്ഷെ നല്ല എന്തെങ്കിലും ലെഹങ്കയൊക്കെ പോലെ റിസപ്ഷനോ അങ്ങനെയൊക്കെ അടിപൊളിയായിരിക്കും. ഇത് അതിൻ്റെ റെഡ്. ഇത് കിട്ടിയില്ലായിരുന്നു ആദ്യം നോക്കിയിട്ട്, എൻ്റെ സൈസിലുള്ളത്. ഇതും ഇച്ചിരി എനിക്ക് വലിയതാ, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വളയൊക്കെ ആണെങ്കിൽ 50 രൂപ അല്ലേ? പിന്നെ സാധാരണ വളയാ പ്ലെയിൻ വള 40 രൂപ, 12 എണ്ണം. ഡിസൈൻ വള 50. അത് മാത്രം കൂടുതലാ. ഇതെല്ലാം സെറ്റാ. ഇതിനൊക്കെയോ ഇങ്ങനെ ഒരു സെറ്റോ? അത് ഇങ്ങനെ പകുതിയാണ് പോലെ, ഇത് 2 കൈക്കാണ്. എനിക്ക് മനസ്സിലായി. 2 സെറ്റ് അല്ലേ? ഓക്കെ. ഇതൊന്നും അധികം ഇടൂലല്ലോ ഇതൊക്കെ. റഫ്യൂസിന് പറ്റൂല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റും. അതുപോലത്തെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ട്. ഇതാ കണ്ട, നല്ല രസമുണ്ടല്ലേ, മുത്തൊക്കെ പിടിപ്പിച്ചിട്ട്. മാറ്റ് ഫിനിഷ് വളകളാണ്. അതായത് വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ടിരിക്കണം നല്ല ആളുകൾക്ക്. അതിൻ്റെ ചുവപ്പാണ് കുറച്ചും കൂടി ഭംഗി കാണാൻ. അല്ലേ മാറ്റ് ഫിനിഷ് വളകൾ എടുത്തില്ലേ? ഇല്ല. അമ്മ എത്ര മണിക്ക് ഇവിടെ തുറക്കും? രാവിലെ 9:30. ഇനി എപ്പോഴാ പോണേ? 6 മണിക്ക് അടയ്ക്കും. ഞായറാഴ്ച ദിവസം വരുവാ? അവധിയൊന്നുമില്ല, പെരുന്നാളിന്റെ അന്ന് മാത്രം അവധി അല്ലേ? പൊങ്കാലായതുകൊണ്ട് അവധിയൊന്നുമില്ല. അവധിയൊന്നുമില്ല. അതുകൊണ്ട് ആരും ഇവിടെ വന്ന് വാങ്ങിക്കും.
ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കൂല അന്നത്തെ പോലെ? അയച്ചു. അപ്പൊ ഞാൻ നമ്പർ വെച്ചേക്കുവാ. മോളെ എൻ്റെ നമ്പരും കൂടെ ഈ സിഗ്നൽ വെക്കണേ മോനെ. ഇവിടെ നിന്ന് വരുമ്പോഴേ, അതായത് ഓപ്പോസിറ്റ് ഉള്ളത് ഗാന്ധി പാർക്കാണ്, ഇപ്പുറവശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കേറുന്ന നട, അതിന് തൊട്ടിപ്പുറത്ത് കുറേ ഫ്രൂട്ട്സുകാർ. ഇവിടെ ഒരു വലിയ ആൽമര, അതിന്റെ ചുവട്ടിൽ ആ ഫ്രൂട്ട്സിന്റെ ഇടയിൽ, കാരണം പലപ്പോഴും അമ്മേനെ കാണാത്ത അതുകൊണ്ടാണ്. അപ്പുറം ഇപ്പുറയും കുറേ ചേട്ടന്മാർ. അപ്പൊ ഈ നടുക്കിരിക്കുന്നത് ചിലപ്പോൾ കാണൂല. ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ കമന്റ് ഇട്ടു, ഇത് എവിടെയാ കട, എവിടെയാ കട. ഇവിടെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും ഞായറാഴ്ച ആയാലും. ആ സിഗ്നൽ കഴിഞ്ഞ് വരുന്നോടത്ത് തന്നെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇനി വന്ന് മേടിച്ചോട്ടെ. പൊങ്കാലയുടെ കുറേ കളക്ഷൻസ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, കളറൊന്നും എണ്ണാൻ പറയാനില്ല. ഈ ലോകത്തുള്ള എല്ലാ കളറിലുള്ള വളകളും ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. പ്ലെയിനിലായാലും ഡിസൈനിലായാലും ഗോൾഡനിലായാലും എല്ലാ കളറിലും ഉള്ളതും ഉണ്ട്. കളക്ഷൻ ഉണ്ട്. എനിക്ക് ഉണ്ട്, എന്നാലും കുറെ പുതിയതൊക്കെ കണ്ടപ്പോൾ ഇവിടെ എല്ലാ തവണ വന്നാലും കുറെ മേടിച്ചിട്ടേ പോവാറുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് കുപ്പിവെള്ളം വാങ്ങുന്നതിൻ്റെ അടുത്ത സ്പോട്ടാണ് ഇത്, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നേരെ നോക്കിയാൽ കാണുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപമാണ് കേട്ടോ. അപ്പോൾ സജീനയാണ് ഇവിടെ ഈ കട നടത്തുന്നത്. നമ്മുടെ കിഴക്കേക്കോട്ടയിലുള്ള അമ്മയുടെ അനിയത്തിയാണ് സജീന. ഈ 2 വീഡിയോയും കൂടെ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം, 2 സ്ഥലത്തെയും കൂടെ എന്നുള്ളതിലാണ് ഇറങ്ങിയത്. പക്ഷെ നടന്നില്ല. അന്ന് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിപ്പോയി. വന്ന് കട തുറക്കാത്തതുകൊണ്ട് രണ്ടാമതൊരു ദിവസവും കൂടെ വന്നേക്കുക. ഒരുപാട് വെറൈറ്റി കുപ്പിവെള്ളങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഇവർ 2 പേരുടെ അടുത്താലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൺലൈനിൽ അയച്ചു തരും. അപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഫോൺ നമ്പർ കൊടുത്തിരിക്കാം. അപ്പം ഇനി ഇവിടെയുള്ള കുറച്ച് വിളയുടെ വിശേഷങ്ങളൊക്കെ കാണാം. ചിലവരൊക്കെ പറയേ കുപ്പിവെള്ളം ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുപാട് വണ്ണുള്ള കൈ ആയതുകൊണ്ട് സൈസിന് കിട്ടൂല എന്നൊക്കെ. ഇവിടെ വന്നാൽ അങ്ങനെയുള്ളവർക്കും കിട്ടും. ഇതിൻ്റെ ഒരു വലിപ്പം കണ്ട മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല വലിപ്പമാണ്. അപ്പം ഞാനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി വലിപ്പത്തിലുള്ളത് ഇതാ കണ്ട. ഞാൻ ഉപയോഗിക്കുന്ന വള ഇതാണ്. അപ്പം അതിനേക്കാളും നല്ല വലിപ്പം വ്യത്യാസമുള്ള ഇങ്ങനത്തെ വളകളും കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുറേ കളറുകളുണ്ട്. എനിക്ക് തോന്നുന്നു സൈസ് പറയുമ്പോൾ ഇച്ചിരി വലിയത് 14 എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന അത്രയും അങ്ങനത്തെ സൈസിലുള്ളതും ഉണ്ട്. ഞാനാ കാണിച്ചു തന്ന സൈസ് 14 സൈസ്, അതായത് വലിയ കുപ്പിവള. എനിക്കൊക്കെ ഇട്ടാൽ ഇവിടം വരെ കയറും ചോദിച്ചാൽ അങ്ങ് വരെ പോകും, കൈയുടെ അങ്ങാപ്പുറം വരെ ഇടാം. അപ്പോൾ അത്രയും വലിയ കുപ്പിവള. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ കൈ ഒതുങ്ങൂല. അതായത് ഇങ്ങനെ കൈക്ക് ഒതുക്കോ ഇല്ല, അതുകൊണ്ട് കുപ്പിവള ഇടുമ്പോൾ പൊട്ടുമല്ലോ. മറ്റേ സ്വർണ്ണവളമാതിരി നമുക്കിങ്ങനെ കുത്തി ഞെക്കിയിടാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞ കളർ ഇത്രയും മജന്ത, പച്ച, നല്ലൊരു പിങ്ക്, നീല, വേറൊരു പച്ച, പിന്നെ ചുവപ്പ്, കോഫി കളറ്, മയിൽപ്പീലിയുടെ ഒരു കളറ്, വേറെ പച്ച, മഞ്ഞ, മെറൂൺ, അങ്ങനെ എല്ലാ കളറിലും വലിയത്. ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ, അത്രയും വലിയ കുപ്പിവെള്ളം. പിന്നെ ഈ ദേവി അങ്ങനത്തെ ഇതിലൊക്കെ പുരുഷന്മാർ വേഷം കെട്ടുമല്ലോ നമ്മുടെ ഉത്സവമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൈ കുറച്ചുകൂടി വലുതല്ല. അങ്ങനെയുള്ളവർക്കും ഈ വളകൾ വന്ന് മേടിച്ചിട്ട് പോകാറുണ്ട്. നമ്മൾ ഡബിൾ കളറിൽ കുറേ കാണിച്ചു തന്നില്ലേ, അപ്പോൾ ഇത് അതിൻ്റെ വേറെ ഒരെണ്ണമാണ്. മഞ്ഞ, നല്ല മഞ്ഞ, നല്ല മാമ്പഴം മഞ്ഞ എന്നൊക്കെ പറയില്ല, ആ മഞ്ഞയിൽ മെറൂൺ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം തന്നെ റെഡിൽ മഞ്ഞ വരുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല ഭംഗിയാട്ടോ. ഞാൻ ഇത് രണ്ടും എന്ത് രസമാണല്ലേ ഈ കോമ്പിനേഷനിൽ സാരി ഉടുക്കുമ്പോൾ. ഇതങ്ങനെ ഇട്ടാൽ എന്തൊരു ഭംഗിയായിരിക്കും. സ്ഥലം എവിടെയാ? അല്ല, ഇവര് കളിക്കാൻ പോണ ആണോ? എടുക്കാം. പേരെങ്ങനെയാ? കാശ്മീർ നല്ല പേരാണല്ലോ. പിടിക്കായിട്ട് വേട്ടാ. ഡാൻസ് ഒക്കെ ഏതാ പഠിക്കുന്നത്? ഭരതനാട്യം തുടങ്ങിയിട്ടുള്ളോ അല്ലേ? എവിടെയാ താമസിക്കുന്നത്? അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ വരാ? ഓ ശരി, ഇന്നത്തെ കഴിഞ്ഞു. ശരി. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു കുഞ്ഞു മോൾ ഓടി വന്നതാണ് കേട്ടോ. അവള് ഡാൻസ് ക്ലാസ്സിന് പോയതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇടുന്നതൊന്നും ഭയങ്കര പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ജങ്ക് ഫുഡ് അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും സാധാരണ നാടൻ ഭക്ഷണവും വയസ്സായ ആളുകളൊക്കെ. പക്ഷെ ഞാൻ എവിടെ പോയാലും ഈ ചെറിയ മക്കൾ, ഒരു 5 വയസ്സിന് മുകളിലേക്കുള്ള മക്കളൊക്കെ ഓടി വരും. അതൊരു വലിയ സന്തോഷമാണ്. കാരണം അവരത് കാണുന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അവരെന്നെ അറിയുന്നത്. അപ്പം നമ്മൾ ഏറ്റവും നാടനായിട്ട് പറയുന്ന നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലെയുള്ള ഭക്ഷണമൊക്കെ പറയുന്ന എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെ ഒരു ഫുഡ് കൾച്ചറും കൂടെ വളർന്നു വരട്ടെ. നമ്മൾ പഴയകാലത്ത് കഴിച്ചതുപോലെയുള്ള സാധനങ്ങളൊക്കെ പുതിയ കുഞ്ഞുങ്ങളും കഴിച്ച് വളരട്ടെ. അതൊരു സന്തോഷമാണ്. പിന്നെ ഉള്ളത് ഒരു സിൽവർ, അതായത് നമ്മളിപ്പോഴും ഗോൾഡൻ അല്ലേ കാണുക. അപ്പോൾ ഇപ്പോഴത്തെ സാരികളൊക്കെ ശ്രദ്ധിച്ചറിയാം. നമ്മൾ സെറ്റ് സാരി ആയാലും പിന്നെ സിൽക്ക് സാരി ആയാലും കസവിന് പകരം ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നത് ഒരു മങ്ങിയ ഒരു ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ ഇതുപോലെയുള്ള സിൽവർ ഷെയ്ഡിൽ വരുന്ന കുറേ സാരികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് പറ്റും. ഇപ്പം പൊങ്കാലയ്ക്കൊക്കെ നിങ്ങൾ സിൽവർ കളറാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ വള നന്നായിരിക്കും. അതിൻ്റെ തന്നെ കളറുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ എല്ലാവരും എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കാണിക്കണം കേട്ടോ. ഇത്
ഏതിൻ്റെ കൂടെ ആയാലും സിൽവർ വരുന്നത്. മഞ്ഞ, നീല, ചുവപ്പ്, പച്ച, മെറൂൺ, പിങ്ക്, ഇത്രയത്തിൻ്റെ കൂടെ സിൽവർ. നമ്മൾ വലിയവർ മാത്രം വള ഇട്ടാൽ പോരല്ലോ, കുഞ്ഞു മക്കൾക്ക് പറ്റിയ വളകൾ ഇതാ കണ്ട. ഒരു 6 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക്, ഒരു 10 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് പറ്റും കേട്ടോ. അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഗോൾഡൻ ഒക്കെ വരുന്നതാ, അല്ലാത്ത പ്ലെയിൻ വളയിലും ഇതുപോലെ കുഞ്ഞിതുണ്ടേ. ഇതെല്ലാം കുഞ്ഞുമക്കടെയാണേ. ഇനിയും ഉണ്ട്. നല്ല രസമല്ലേ ഇവർ പട്ടുപാടയും ബ്ലൗസൊക്കെ ഇട്ട് കുപ്പിവളയൊക്കെ ഇട്ട് നടക്കാൻ. അടിപൊളി കളറുള്ള ഓറഞ്ചിൻ്റെ. ഈ ഗോൾഡൻ വേണ്ട എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിലേ പിള്ളേർക്ക് ഉടുപ്പിലൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ ഗോൾഡൻ ഇതൊന്നുമില്ല. ഇതങ്ങനത്തെ. പിന്നെ കുറച്ച് ഫങ്ഷനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള സൈസ് അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും. എല്ലാ കളറിലും ഉള്ളതും ഉണ്ട് പിള്ളേർക്കും. പണ്ടൊന്നും അത്ര ചെറിയ കൈക്കൊന്നും വള കിട്ടൂലായിരുന്നല്ലേ, എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. നമുക്കൊരു ചെറിയൊരു ഇത് വന്നതിന് ശേഷമാണെങ്കിൽ തോന്നും 2 എങ്ങാണ്ടാണ് നമ്മളെ സൈസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇപ്പോൾ അത്രയും ചെറുതുമുണ്ട്. ഇതിൻ്റെ ഇതില്ലാത്ത തരമുണ്ട്, പക്ഷെ ഇത് തീർന്നു, ഇത് അധികം ഇല്ല. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ. ഈ സൈസിൻ്റെ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കൊച്ചിന് മേടിച്ചുകൊണ്ടൊക്കെ പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതില്ല അധികം. ഇത് പ്ലെയിൻ വള. അപ്പം ഇങ്ങനത്തെയും ഇവിടെ കിട്ടും, ഇനി വരും എന്തായാലും. അപ്പോൾ കുറേ കാലങ്ങളായി ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ റെയിൻ ഡ്രോപ്സ് വളകൾ. അതിൻ്റെ കുറേ വെറൈറ്റി കളറാണ് ഇത്. അത് പല സൈസിലും ഉണ്ട്. ഇത് ഒറ്റ വളകളാണ്. കുറേ വള ഇടാൻ ഇഷ്ടമില്ല, ഒരു വള മതി, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിന്. നല്ല ഭംഗിയുള്ള ഒരു പച്ച, എപ്പോഴും നമ്മൾ കാണുന്ന പച്ചയല്ല, അതിൻ്റെ വ്യത്യാസമാണ്. പിന്നെ നീലയിലാണ് ഏറ്റവും കൂടുതൽ വള എൻ്റെ കയ്യിലുള്ളത്. കടയിലും എനിക്ക് തോന്നുന്നു ഏറ്റവും വെറൈറ്റികളുള്ളത് നീലയിലാണെന്ന് തോന്നുന്നു. മഞ്ഞ നോക്കിയേ. മഞ്ഞ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞ. ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് വള മേടിക്കാൻ പോവുക. വയലറ്റ് വേണോ? വയലറ്റ് എന്ത് രസമുള്ള വയലറ്റ് അല്ലേ. ഇതൊക്കെ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്നാലും പിന്നെയും കാണുമ്പോൾ ഒരു ആവേശം വീണ്ടും മേടിക്കാൻ. ഇതൊക്കെ എൻ്റെ ഭയങ്കര ഫേവററ്റ് വളകളാണ്. ഇതൊക്കെ പക്ഷേ ഞാൻ ഡെയിലി അങ്ങനെ ഇടൂല. എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ പട്ടുസാരിയെ കൊടുത്ത് വല്ല കല്യാണത്തിനോ മതി. എന്നാൽ അതിന്ന് വെച്ചോ, കുഴപ്പമില്ല. ഒരു ഡസനായിട്ടില്ല. ഈ കൈക്ക് വണ്ണം കുറഞ്ഞവർക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സൈസിനുള്ള വളകൾ എല്ലാത്തിലും കിട്ടൂല. അത് ഡ്രസ്സ് മേടിക്കാൻ പോയാലും ഈ പ്രശ്നമുണ്ട്. കാരണം എക്സസ് സൈസ് പല കടയിലും കിട്ടൂല. അതൊരു പ്രശ്നമാണ്. വള മേടിക്കാൻ പോകുമ്പോൾ 2 to 2.4, 2.2 എനിക്ക് പറ്റും, 2.4 ആയാലും എനിക്ക് പറ്റും, കുഴപ്പമില്ല. ഞാൻ മിക്കവാറും കിട്ടൂല. കാരണം കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഒരു 2.6 മുതൽ മേലേക്കുള്ള സൈസല്ല. അപ്പോൾ അതാണ് എല്ലാവരും കൊണ്ടുവന്ന് വെക്കാം. അത് കിട്ടിയില്ല. നമ്മുടെ 6 ആഗ് വളയുടെ വേറൊരു പച്ച, നല്ല ചുവപ്പ്, 10 കളറുണ്ട് അല്ലേ. ഇത് രസമല്ല. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാൻ അടിപൊളിയാണ്. റെയിൻ ഡ്രോപ്സ് വളയുടെ വെള്ള അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ. ഞാൻ സാധാരണ ഇത് നമ്മൾ സെറ്റ് സാരി അങ്ങനത്തെ അതിൻ്റെയൊക്കെ കൂടെ ഗോൾഡൻ സെറ്റ് സാരി വരുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്യാറുള്ളത്. അതിൻ്റെതാണ്. ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഇവരുടെ തന്നെ സെയിം കട നമ്മുടെ കിഴക്കേക്കോട്ടയിൽ SP ഫോർട്ട് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാ. ഇവിടോട്ട് വരാൻ പറ്റാത്തവർ അവിടെ പോയാലും മതി. കുപ്പിവള ഇടാൻ സ്റ്റാൻഡും ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വള സെറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കളറൊക്കെ ഇങ്ങനെ കറക്കി എടുക്കാം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു മിനിമം കുപ്പിവള ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചാണ്. നമ്മളെ പോലെ ചാക്കിൽ വാരി കെട്ടാൻ വേണ്ടി കുപ്പിവളയും കൊണ്ട് നടക്കുന്നവർക്ക് ഇതുകൊണ്ടൊന്നും തികയില്ല. എനിക്കൊന്നും തികയില്ല. ഞാൻ വലിയ ഓർഗനൈസർ മേടിച്ച് അതിനകത്ത് കളർ തിരിച്ച് ഓരോന്നും, അതായത് പച്ചയാണെങ്കിൽ പച്ച, നീലയാണ്, ഓരോന്നും കളറ് നൂല് വെച്ച് കെട്ടി ഓർഗനൈസറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് മേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 200 വളയൊക്കെ വരെ കയ്യിലുള്ളവർക്ക് ഇത് മതിയാവും, ഈ സ്റ്റാൻഡ് മതിയാവും. ഇതിൻ്റെ 2 സൈസ് ഉണ്ട്. ഇതാണെങ്കിൽ 120. ഇത് 120 അല്ലേ സജീന? 120ഉം ഇത് 230. ഇത് കുറച്ചുകൂടി കൂടിയതാ. ഇതിപ്പോൾ ഞാൻ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ചത് ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതാണെങ്കിൽ 120. അപ്പം എത്ര മണിക്ക് ഇവിടെ വരണേ? ഞായറാഴ്ച അവധിയൊന്നുമില്ല. ഇനി എപ്പോൾ പോകും തിരിച്ച്? തിരിച്ചൊരു 7-7:30 ആകുമ്പോൾ ഒതുക്കി തുടങ്ങും. 9:30 ആകുമ്പോഴേ പോകും. അപ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ദൂരെ നിന്നുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം ചോദിക്കണേ ഓൺലൈൻ കിട്ടുമെന്നാ, അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കാറ്റലോഗും ഉണ്ട്. ഇവിടെ ഒരു കാറ്റലോഗ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ നോക്കിയാൽ ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ളത് അല്ലേ. ഈ കടയിലെ മൊത്തം വളയുണ്ട്. അപ്പൊ നിങ്ങൾ എവിടേക്കായാലും അയച്ചു കൊടുക്കും. അപ്പൊ ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. കാരണം
എനിക്ക് കുപ്പിവളകൾ കാണിക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നിനോടും അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നണില്ല. അതൊരു വല്ലാത്തൊരു പ്രാന്താണ്. ഇന്നും ഇന്നലെ ഒന്നല്ല, 8ാം ക്ലാസ് മുതലാണ് ഞാൻ കുപ്പിവളകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് മുതലുള്ള വളകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം എൻ്റെ കൈ പറയത്തക്ക വണ്ണമൊന്നും വെച്ചിട്ടില്ല. 8ാം ക്ലാസ്സിലുള്ള അതേ വണ്ണത്തിൽ തന്നെയാണ് കൈയൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഇന്നും എനിക്ക് ഭാഗമാവും. എൻ്റെ വളകളുടെ കൂട്ടി വെച്ചിരിക്കുന്നതിൽ കുറേ ഉണ്ട്. ഇടയിൽ കുറച്ച് നഷ്ടപ്പെട്ടു പോയി, എന്നാലും ഏകദേശമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുപ്പിവളകൾ വേണമെങ്കിൽ, തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ പിന്നെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് കയറുന്ന സിഗ്നലിൻ്റെ അവിടെ തന്നെയാണുള്ളത്. ഇവിടെ പൂജപ്പുരയിലാണെങ്കിൽ തൊട്ട് സരസ്വതി മണ്ഡപം, നിങ്ങൾക്ക് എവിടെ നിന്നിട്ട് പൂജപ്പുര സരസ്വതി മണ്ഡപം എന്ന് അടിച്ചാലും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. അവിടെ നിന്ന് നേരെ നോക്കണത് സജീനയുടെ കടയിലേക്കാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. 2 പേരുടെയും കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയുകയാണ്, കുപ്പിവളകളാണ്. ഓൺലൈൻ മേടിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്ന് മേടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അല്ലാതെ ദൂരെ നിന്നുള്ളവർക്ക് ഇപ്പോൾ പാലക്കാട് നിന്നൊക്കെ വളകാപ്പിന് വേണ്ടിയൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചു, ചേച്ചി വളകാപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഇവരെ കോൺടാക്ട് ചെയ്തു. അന്ന് വളയൊക്കെ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ട് ആ കുട്ടി എനിക്ക് അതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് അയച്ചു തന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരിപ്പോൾ ഇവിടെ വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ നിങ്ങൾ അങ്ങനെ മേടിക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കും. ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഇനിയും വരാം.